ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ജയാറിനെ ഒന്ന് കാണണം. അയ്യോ, ജയാർ ഇവിടുന്ന് പോയല്ലോ. ഇനി ഇപ്പൊ തിരിച്ചു വരാൻ വൈകും. ഞാൻ വെയിറ്റ് ചെയ്യാം. അദ്ദേഹത്തിന് അത് ഇഷ്ടമാവില്ല. എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നടത്താൻ പറ്റൂ? ഞാൻ ഈ വേഷം കെട്ടിപ്പോയില്ലേ ഉത്തര കാണേണ്ട കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരാം. അധികം വൈകാതെ തന്നെ കാണിച്ചു തരാം കേട്ടോ. ആ സാമിയുണ്ടല്ലോ, അവന്റെ ചെകിട്ടത്താ ഒരു അടി കൊടുക്കേണ്ടത്. ആ അവനെ നമ്മുടെ കൂടെ സംസാരിച്ചപ്പോ നമ്മൾ എന്തുവാ കരുതിയേ? പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കുന്ന ഒരുത്തരെന്നല്ലേ? ആ എന്നിട്ട് കെട്ടി എഴുന്നള്ളി ചോരുത്തനെ കൊണ്ടുവന്നിരിക്കുന്നു. ഹരി, ഒരിക്കൽ നമ്മൾ ഇറക്കി വിട്ടതിന്റെ വൈരാഗ്യം അവന്റെ മനസ്സിലുണ്ടാവും. അതിനുവേണ്ടിയായിരുന്നു ഈ വളഞ്ഞു പിടിച്ചുള്ള ആക്രമണം. പക്ഷെ നമ്മളാരും ജീവിച്ചിരിക്കുമ്പോ അവൻ ഈ വീടിനകത്ത് കയറില്ല. ഹരി, പകരം വീട്ടാനാണ് അയാളുടെ വരവെങ്കിൽ ഈ തിരിച്ചുപോക്കിനെ നമ്മൾ പേടിക്കണം. അയാളുടെ കമ്പനിയുടെ നിയമം അനുസരിച്ച് അയാൾക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാലോ. ചെയ്യട്ടെ മോളെ. കൂടി വന്നാൽ എന്താ സംഭവിക്ക? നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. തെരുവ് അവന് തീരെഴുതി കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് തെരുവിൽ കിടക്കാം. ഹരി, മോനെന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയാനാ ആന്റി? സത്യം പറഞ്ഞ നിത്യയെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടുമ്പോ ഏത് പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഓരോ നിമിഷം കടന്നു പോകും തോറും, ഓരോ ദിവസം കടന്നു പോകും തോറും അതെനിക്കില്ലാതായിക്കൊണ്ടിരിക്കുക. നിന്റെ ഈ സംസാരത്തിൽ മാത്രമേ എനിക്ക് കുഴപ്പമുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ സഹിക്കും. മോനെ, എന്റെ മോനൊരു പ്രശ്നം വന്നാൽ ഒരമ്മ എങ്ങനെ കൂടെ നിൽക്കുവോ അതുപോലെയാ നിന്റെ കൂടെ നിൽക്കുന്ന എന്റെ മനസ്സ്. രഘുവേട്ടൻ വന്നാലും അതങ്ങനെ തന്നെയായിരിക്കും. നീ വലിയ കവിയും എഴുത്തുകാരനും ഒക്കെ അല്ലേ. മനുഷ്യന് ആത്മവിശ്വാസമല്ലേ ആദ്യം വേണ്ടത്. ഹരിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായമേ. പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു മേടിച്ചു തന്നാലേ ചിരിക്കൂന്നൊക്കെ പറഞ്ഞ അതൊക്കെ എങ്ങനെയാ ശരിയാവാ? ഹരി, വീടും പകിട്ടും പത്രാസും ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. ഒന്നിച്ചൊരു ചെറിയ വാടക വീടെടുത്താലും നമുക്ക് എവിടെയെങ്കിലും കിടക്കാം. അവിടെ വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട. മകന്റെ സ്ഥാനത്ത് നീ സ്നേഹത്തോടെ ഒരു കുമ്പിൾ കഞ്ഞി തന്ന അതിലും വലിയൊരു സന്തോഷം വേറെയില്ല. എടാ, ഇതിലും കൂടുതൽ നിനക്ക് എന്തുവാ കേൾക്കണ്ടേ? ഇനി നീ ഒന്ന് കാലുറപ്പിച്ച് നിൽക്കേ. നിനക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി അങ്ങ് പറയേ. എടാ, നീ പഴയതുപോലെ ആവണോടാ, അല്ലാതെ ഒന്നും ശരിയാവില്ല. മോളെ, എനിക്കൊരു സ്ഥലം വരെ ഒന്ന് പോവാനുണ്ട്. എങ്ങോട്ടാ അമ്മേ? അത് ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. അല്ല, ഞങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യം എന്താ? മോനെ, ഇത് ഞാൻ മാത്രം പോവേണ്ട കാര്യമാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഓ, വരട്ടെ രാമകൃഷ്ണൻ.
അതെ മോളെ, ദേ ഇതെന്തു പറ്റി? ആരെങ്കിലും കാണേണ്ട കാര്യം സുജാത പറഞ്ഞായിരുന്നോ? ഇല്ല. അല്ല, ഇനിയിപ്പോ രഘു എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചതായിരിക്കോ? അല്ല അതെ, അതിനിപ്പോ രഘുവിന് ഇവിടെ ആരെയാ പരിചയമുള്ളേ? അല്ലേ മോളെ? ആന്റി ഒറ്റയ്ക്ക് വിടുന്നതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമാ. ആ അല്ല, അമ്മയ്ക്ക് നേരെ കത്തി വാങ്ങാൻ മടിയില്ലാത്ത മകനാ. ആ ഡാ, സുജാത അങ്ങനെ തോറ്റു കൊടുക്കുകയൊന്നുമില്ല. അക്കാര്യത്തിൽ നീ പേടിക്കണ്ട. സി ഈ ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ വെരിഫൈ സർ. ഓക്കെ. ഇറ്റ്സ് വെരി ഓക്കെ അർജന്റ്. സർ. ഓക്കെ. യെസ്. എനിക്ക് ജയാറിനെ ഒന്ന് കാണണം. അയ്യോ, ജയാർ ഇവിടുന്ന് പോയല്ലോ. ഇനിയിപ്പോ തിരിച്ചു വരാൻ വൈകും. ഞാൻ വെയിറ്റ് ചെയ്യാം. അദ്ദേഹത്തിന് അത് ഇഷ്ടമാവില്ല. എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നടത്താൻ പറ്റൂ? ഞാൻ എന്തായാലും ജയാർ വന്നിട്ടേ പോകുന്നുള്ളൂ. ആ, ഞാൻ വിളിച്ചു പറയാം. വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ താല്പര്യം. സ്വാമി, ജയാറിനെ കുറിച്ചിങ്ങനെ തൊട്ടും തൊടാതെയും സംസാരിക്കേണ്ട കാര്യമില്ല. സ്വാമിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാലോ. പിന്നെന്താ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരു മധ്യസ്ഥനെ പോലെ സംസാരിച്ചിരുന്നപ്പോ നിങ്ങളൊരു നല്ലവനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഞങ്ങൾക്കൊപ്പം താമസിക്കാനുള്ളത് ജയാറാണെന്നും പറഞ്ഞ് നിങ്ങൾ അയാൾക്കൊപ്പം വന്നപ്പോ എനിക്ക് മനസ്സിലായി സ്വാമി, നിങ്ങളുടെ സാറിന് കൃത്യമായി ചേരുന്ന ആളാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ശമ്പളക്കാരൻ മാത്രമാണ്. ശമ്പളം വാങ്ങിക്കുന്നവരൊക്കെ സത്യസന്ധത ഇല്ലാത്തവരായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ആ, അത് അല്ല, ഉണ്ടോ സ്വാമി? നിങ്ങൾ എന്നോട് തർക്കിക്കുന്ന എന്തിനാ? അല്ലെങ്കിലും ഞാൻ സ്വാമിയോട് തർക്കിക്കാനില്ല. എനിക്ക് പറയാനുള്ളത് ജയാറിനോട് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. അയാൾ വരട്ടെ. എങ്കിൽ അങ്ങോട്ടിരുന്നോളൂ. ഓ,